നിയമസഭാ മണ്ഡല പര്യടനം ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. ബാലുശ്ശേരി നമുക്കറിയാവുന്നതുപോലെ പട്ടികജാതി സംവരണ മണ്ഡലമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ബാലുശ്ശേരി സമം ഷൺമുഖദാസാണ്. AC ഷൺമുഖദാസ് തുടർച്ചയായി എനിക്ക് തോന്നുന്നു 7 8 തവണ ജയിച്ച ഇത്രയേ ദീർഘകാലം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മറ്റൊരു MLA കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സംശയമാണ്. എന്തായാലും ഷൺമുഖദാസിന്റെ മണ്ഡലം എന്ന പേരിലാണ് നമ്മളത് അറിയപ്പെടുന്നത്. 7 തവണ അതെ, 7 തവണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടാവും. അതെ, അതാണ്. അപ്പോൾ ആ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ആ മണ്ഡലത്തിന്റെ പുതിയ പ്രത്യേകത, ഇടക്കാലത്ത് പുരുഷൻ കടലുണ്ടി MLA ആയിരുന്നു കഴിഞ്ഞ തവണ വരെ. കഴിഞ്ഞ തവണ അത് യുവ നേതാവായിട്ടുള്ള DYFIയുടെ നേതാവ് സച്ചിൻ ദേവ് അല്ലേ, സച്ചിൻ ദേവ് അവിടെ നിന്ന് ജയിച്ചു. അതാണ് ആ മണ്ഡലത്തിന്റെ പ്രത്യേകത. പിന്നെ സച്ചിൻ ദേവ് വിവാദ പുരുഷനാണ്. അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയിലേക്ക് വരാം. രാജേന്ദ്രൻ സാറേ, ബാലുശ്ശേരി അങ്ങ് തെക്ക് അല്ലെ, പന്തളത്തും കോട്ടയത്തും ഒക്കെ ജീവിക്കുന്ന അങ്ങേക്ക് ബാലുശ്ശേരി എന്ന് കേട്ടാൽ എന്ത്? അങ്ങ് പറഞ്ഞ പോലെ തന്നെ ബാലുശ്ശേരി ഷൺമുഖദാസ്. ഞാനൊക്കെ അന്നത്തെ കാലത്ത് കുട്ടിക്കാലത്ത് യൗവനമായപ്പോഴും ഈ പത്രങ്ങളിലൊക്കെ വിശദമായിട്ട് ഓരോ മണ്ഡലവും അവിടുത്തെ MLAയും പടവും ഇടുവാൻ. അത് നോക്കുമ്പോൾ സ്ഥിരമായിട്ട് AC ഷൺമുഖദാസ്. അപ്പം ഞാൻ ഈ ബാലുശ്ശേരിയോട് ഐഡന്റിഫൈ ചെയ്ത ഒരു പേരാണ്. നല്ല ജനപ്രതിനിധിയും അല്ലേ, മന്ത്രിയും ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു, സ്പോർട്സ്മാനും കൂടെ. ദുഷ്പേരൊന്നും ഏറെ ഉണ്ടാക്കിയിട്ടില്ല. സ്പോർട്സ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല പേരുള്ള ഒരു മലയാണ്. ഒരു പല്ല് അദ്ദേഹത്തിന്റെ പോയിരുന്നു. ഫുട്ബോൾ കളിച്ച കളിയിൽ പല്ല് നഷ്ടപ്പെട്ടതാണെന്ന് കാണുമ്പോഴൊക്കെ നേരിട്ട് ചിരിക്കുമ്പോൾ പുതിയ രാഷ്ട്രീയക്കാർക്ക് പല്ല് പോകാറുള്ളത് വേറെ കാര്യം കൊണ്ടാണ്, വേറെ കളിയാണ്. അപ്പോൾ എന്തായാലും ശരി, ഇതൊരു ബാലുശ്ശേരി എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. പന്തളത്തിൽ പോയിട്ടില്ല, ഇതുവരെ പോയിട്ടില്ല. കോഴിക്കോട് മനോരമയിൽ ഞാൻ ഉണ്ടായിട്ടും ബാലുശ്ശേരിയിൽ ഇതുവരെ പോയിട്ടില്ല. ഇതുവരെ പോകാത്തൊരു മണ്ഡല നമുക്ക് പോകാമല്ലോ, സമയമുണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങിയ സച്ചിൻ മാഷ് പറഞ്ഞ പോലെ വിവാദത്തിന്റെ ഒരു നായകനല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരും കേൾക്കാൻ കാരണമായിട്ടുള്ള അതുകൊണ്ട് അത് പലർക്കും അറിയാൻ വയ്യ, ആ പേരറിയാൻ വയ്യ. ആര്യ രാജേന്ദ്രനെ എല്ലാവർക്കും അറിയാം. സച്ചിൻ ദേവിനെ ഒരു പാവം മനുഷ്യനായിട്ടാണ് നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറും പഞ്ചപാവമായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഈ കേസിൽ പ്രതിയായതോടുകൂടി ഇദ്ദേഹം ഒരു വില്ലനായിട്ട് മാറിയോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് CPM-ന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായ മേയറുടെ ഭർത്താവാണ് എന്ന് നമുക്ക് വിശേഷിപ്പിച്ച വലിയ തെറ്റുണ്ടാവും. വേറൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, ഈ സോഷ്യലിസ്റ്റുകൾ തന്നെയാണ് തുടർച്ചയായിട്ട്. സോഷ്യലിസ്റ്റുകളോ അല്ലെങ്കിൽ തത്തുല്യമായി ഈ മുഖ്യധാര കോൺഗ്രസിന് എതിരായി നിന്ന ശക്തികളാണ് എല്ലാ കാലത്തും ജയിച്ചു വന്നതെന്ന് തോന്നുന്നു അല്ലേ. ഈ PSP-കാരാണ് ആദ്യകാലത്ത് 2 തെരഞ്ഞെടുപ്പിൽ നാരായണക്കുറുപ്പ് അല്ലേ, പിന്നെ SSP 2 തവണ, പിന്നെ തുടർച്ചയായിട്ട് AC ഷൺമുഖദാസ് ഒരുമിച്ച് നിൽക്കുമ്പോൾ കോൺഗ്രസിലും, അത് കഴിഞ്ഞ് കോൺഗ്രസ് എസും അല്ലെ, ദീർഘകാലം 6-7 തവണ പിന്നെ ഷൺമുഖദാസിന്റെ കാലമാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ പിന്നെ ഈ കോൺഗ്രസ് എസ് പിന്നീട് NCP ലയിച്ചു. അപ്പൊ ഷൺമുഖദാസ് തന്നെ NCP ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അവിടെ CPM പിടിക്കുന്നത്. പുരുഷൻ കടലുണ്ടിയിലൂടെ 2 തവണ. നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പ്രാസംഗികനാണ്, നാടകകൃത്താണ് കാര്യമായിട്ട്. അതെ, അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, PSP ആണ് ആദ്യം ഇത് പിടിക്കുന്നത്. 1957 PSP എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഒരു പാർട്ടിയാണ്, വട്ടംതാണുള്ള പാർട്ടിയാണ് PSP. അല്ല, അന്ന് മുതലേ ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് വിരുദ്ധ പക്ഷത്താണ്, സോഷ്യലിസ്റ്റ് വിരുദ്ധ പക്ഷം. അതിപ്പോ ഇപ്പോഴും തുടരുന്നു CPM. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ, നായന്മാരുടെ ഒരു പാർട്ടിയായിട്ട് വന്ന് അറിയപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്ത ഒരു പാർട്ടി, കുറെ ഏറ്റവും കൂടുതൽ പാർട്ടിയെ ജാതി പാർട്ടിയാക്കുന്ന അത് വേറെ ഉണ്ട്. SSP. ഈ SSP എന്ന് പറയുന്നത് സപ്തകക്ഷി മുന്നണിയിൽ EMS-ന്റെ സപ്തകക്ഷി മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായിരുന്നു. അത് KTP എന്ന പോലെ SSP ഒരു ഘടകകക്ഷിയായിരുന്നു. SSP ഉണ്ടായിരുന്നു അതിൽ. ശിവപ്രസാദ് സാറേ, എങ്ങനെയാണ് ലോക്സഭ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച പ്രമുഖരെ ഒന്ന് കോഴിക്കോട് മണ്ഡലത്തിലാണ് ബാലുശ്ശേരി നിയമസഭാ മണ്ഡലം വരുന്നത്. അതിനകത്ത് ഒന്ന് CH മുഹമ്മദ് കോയ അവിടെ വന്ന് ജയിച്ചിട്ട് 62-ൽ മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ. പിന്നെ 80-ൽ ഇമ്പിച്ചി ബാവ ജയിച്ചിട്ടുണ്ട്, EK ഇമ്പിച്ചി ബാവ, ഞങ്ങളുടെ പൊന്നാനിക്കാരൻ. പിന്നെ 84-ൽ KG അടിയോടി മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പിന്നെ K മുരളീധരൻ, വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാറിന്റെ മണ്ഡലമായിട്ടാണ് ദീർഘകാലം അല്ലെ അത് അറിയപ്പെട്ടിരുന്നത്. പിന്നെ 98-ൽ ഒരു P ശങ്കരൻ, ശങ്കരേട്ടൻ DCC പ്രസിഡന്റ് ആയിരുന്നു. P ശങ്കരൻ മുൻ മന്ത്രിയായിരുന്നു, സാധാരണക്കാരൻ. അപ്പോൾ അതിലൊക്കെ അന്ന് വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നെ ഒടുവിൽ 2004-ൽ വീരേന്ദ്രകുമാർ, പിന്നെ 4 തവണയായിട്ട് MK രാഘവൻ.
അപ്പോൾ രാഘവേട്ടന്റെ സാമ്രാജ്യമാണ്. അതെ, ഇപ്പോൾ 2019-ലും 2024-ലും MK രാഘവനാണ് അവിടെ നിന്ന് വിജയിച്ച് കയറുന്നത്. അത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം വിജയിച്ച് കയറുന്നത്. ആ ഇലക്ഷനിലെ ബാലുശ്ശേരി നമുക്ക് ബാലുശ്ശേരിയിൽ എത്ര വോട്ട് വിഹിതമാണ് പല മുന്നണികൾക്ക് ലഭിച്ചത് നമുക്ക് നോക്കാം. ഇതിനകത്ത് 2019-ൽ 83,050 രണ്ട് തെരഞ്ഞെടുപ്പിലും രാഘവേട്ടനാണ്, MK രാഘവനാണ്. രണ്ട് തെരഞ്ഞെടുപ്പിലും. അപ്പോൾ അതിനകത്ത് 83,059 വോട്ടുകളാണ് UDF-ന് കിട്ടിയിട്ടുള്ളത്. LDF-ന് 73,314 വോട്ടുകൾ 41.4% വരുന്നത്. പിന്നെ NDA-ക്ക് 18,836, 10%-ലധികം വോട്ട്, 10% 10.6 കിട്ടിയിരിക്കുന്നത്. ഇതാണ് 19-ലെ ബാലുശ്ശേരി മണ്ഡലത്തിലെ കണക്ക്. അത് 24-ലേക്ക് വരുമ്പോൾ ഈ 83,059 എന്നുള്ളത് ലേശമൊന്ന് കൂടിയിട്ട് 84,834 ലേശം ചെറിയൊരു കയറ്റം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ LDF-ന് 37.9 കുറഞ്ഞ 67,200 വോട്ടായി പോയി. 73,314 നിന്ന് 67,200 കുറയുകയാണ് ചെയ്യുന്നത്. NDA-ക്ക് നേരത്തെ ഉണ്ടായിരുന്ന 10.6 എന്ന് പറയുന്നത് 12.8 മാറി 22,714 മാറി. ലേശം ഒരു എഡ്ജ് അവിടെ അവർക്ക് കിട്ടി. അവിടെ നഷ്ടപ്പെട്ടത് LDF-നാണ് വോട്ടുകൾ പോയിരിക്കുന്നത്. ഇതാണ് 19-ലെയും 24-ലെയും കാതലായ വ്യത്യാസം. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തോടൊപ്പം എന്നും നിന്ന ബാലുശ്ശേരി നിയമസഭാ മണ്ഡലം ലോക്സഭാ ഇലക്ഷനിൽ എത്തുമ്പോൾ എപ്പോഴും രാഘവേട്ടന്റെ കൂടെ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. ഇനി നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലത്തെ രണ്ട് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോൾ കൗതുകം നിറഞ്ഞ ഒരു മണ്ഡലമാണ് സത്യത്തിൽ ബാലുശ്ശേരിയുടെ പ്രത്യേകത. ഒന്നത് പട്ടികജാതി സംവരണമാണ്. ഈ 2016-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് CPM നേതാവ് പുരുഷൻ കടലുണ്ടിയാണ്. 2021-ൽ ജയിച്ചത് KM സച്ചിൻ ദേവാണ്. നമ്മൾ പറഞ്ഞു ഏറ്റവും ഇപ്പോൾ നിലവിലുള്ള MLA അദ്ദേഹമാണ്. പക്ഷേ എതിർ സ്ഥാനാർത്ഥിക്ക് പ്രത്യേകതയുണ്ട്. ഒന്ന്, 2016-ലെ എതിർ സ്ഥാനാർത്ഥി മുഖ്യ എതിരാളി മുസ്ലിം ലീഗ് നേതാവ് UC രാമനായിരുന്നു. മുസ്ലിം ലീഗിന്റെ പട്ടികജാതിക്കാരായ ചില മെമ്പർമാരുണ്ടല്ലോ, ദളിത് ലീഗ് എന്നൊക്കെ അവർ പറയും. UC രാമനാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് പുരുഷൻ കടലുണ്ടിക്കെതിരായിട്ട് വന്നത് ഈ 2016-ലെ തെരഞ്ഞെടുപ്പിൽ. 2021-ലേക്ക് വന്നപ്പോഴുള്ള പ്രത്യേകത, തെക്ക് നിന്നൊരു സിനിമാ നടനെ കൊണ്ടുപോയി UDF അവിടെ മത്സരിപ്പിച്ചു. നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി. ഒരു കാര്യം ഉണ്ടായില്ല, കാര്യമായ വ്യത്യാസം ഒന്നും വന്നില്ല വോട്ടിംഗ് പാറ്റേണിലൊന്നും. കാരണം ഈ സിനിമാ നടന്മാർക്കൊന്നും പൊതുവെ മലയാളി വോട്ട് ചെയ്യില്ല എന്ന് തോന്നുന്നു അല്ലേ? ഒരു പൊതു രീതി അങ്ങനെയാണ് തോന്നുന്നത്. ആകെ കണക്ക് തെറ്റിച്ചത് സുരേഷ് ഗോപി മാത്രമാണ്. അപ്പൊ എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കണക്കിന്റെ ഒരു വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ 2016-ലെ പുരുഷൻ കടലുണ്ടി മത്സരിക്കുമ്പോൾ പോൾ ചെയ്ത വോട്ടിന്റെ 47.5% CPM നേടി, എന്നുവെച്ചാൽ ഇടതുപക്ഷം നേടി. അത് വോട്ടിന്റെ എണ്ണം നോക്കുമ്പോൾ 82,000 വോട്ട്. അത് സച്ചിൻ ദേവായപ്പോൾ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, പുരുഷൻ കടലുണ്ടി ആ മണ്ഡലക്കാരനല്ല, പുറത്തുനിന്ന് വന്ന് മത്സരിക്കുകയാണ്. കടലുണ്ടി കേട്ടാൽ തന്നെ അറിയാലോ, ബേപ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമാണ് കടലുണ്ടി. അതേ സമയത്ത് സച്ചിൻ ദേവ് അവിടുത്തുകാരനാണ്, ബാലുശ്ശേരിക്കാരനാണ്, യുവ നേതാവുമാണ്, താരതമ്യേന ചെറുപ്പക്കാരനുമാണ്. അതിന്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടാവും. പുരുഷൻ കടലുണ്ടിക്ക് 82,000 വോട്ടാണ്, 82,914 വോട്ടാണ് കിട്ടിയതെങ്കിൽ അത് സച്ചിൻ ദേവ് ആയപ്പോൾ 91,000 വോട്ട് കിട്ടി. അതായത് 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇതുവരെ നേടിയിട്ടുള്ളത് സച്ചിൻ ദേവാണ്. തീർച്ചയായിട്ടും 20,000. ബാലുശ്ശേരിയിൽ 20,000 മോശം ഭൂരിപക്ഷമല്ല. പുരുഷൻ കടലുണ്ടി 15,000-നാണ് ജയിച്ചതെങ്കിൽ സച്ചിൻ ദേവ് 20,000-ന് ജയിച്ചു. പിന്നെ വ്യത്യാസം വന്നത് ഇവർക്ക് വലിയ വ്യത്യാസം. UC രാമൻ, മുസ്ലിം ലീഗിന്റെ നേതാവ് UC രാമൻ കുന്ദമംഗലത്ത് നിന്ന് എന്ന് അവിടെ മത്സരിച്ചിട്ട് 67,000 വോട്ട് നേടി. UDF-ന്റെ പാനൽ വോട്ടിനൊന്നും അപകടം പറ്റിയില്ല. ധർമ്മജൻ ബോൾഗാട്ടി ചെന്നിട്ട് ഈ 67,000-ൽ 4,000 വോട്ട് കൂട്ടി 71,000 ആയി എന്നല്ലാതെ അത് സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ വന്ന വോട്ടിന്റെ വർധനവ് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ 16,000 വോട്ട് കൂടിയിട്ടുണ്ട് ആ മണ്ഡലത്തിൽ. അപ്പോൾ കൂടിയ വോട്ടിന്റെ ന്യായമായ പെർസെൻറ്റേജ് അല്ലാതെ UDF-ന് സിനിമാ നടനെ കൊണ്ടുവന്നത് കൊണ്ടൊന്നും ഒരു മെച്ചം ഉണ്ടായില്ല. അത്തരം പരീക്ഷണങ്ങൾക്ക് ഇനി UDF പോകണ്ട എന്ന് വേണം നമുക്കതിൽ പറയാൻ. പക്ഷെ ഒരു വ്യത്യാസം ആകെ വന്നിട്ടുള്ളത്, ഒരു കാര്യം പറയാവുന്നത്, ബാലുശ്ശേരി മണ്ഡലത്തിൽ BJPക്ക് വേണമെങ്കിൽ BJPക്ക് വോട്ടിംഗ് നില മെച്ചപ്പെടുത്താവുന്നതാണ്. പക്ഷെ അവർ മെച്ചപ്പെടുത്തുന്നതല്ല കാണുന്നത്. BJP സ്ഥാനാർത്ഥി തന്നെയാണ് നേരിട്ട് മത്സരിച്ചത് 2 തെരഞ്ഞെടുപ്പിലും. അവരുടെ നില കുറക്കുന്നതാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ ധർമ്മജൻ ബോൾഗാട്ടി വന്നപ്പോൾ ഇത്തിരി വോട്ട് അങ്ങോട്ട് പോയോന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരു 3,000 വോട്ടിന്റെ കുറവാണ്. PK സുപ്രൻ എന്നയാളാണ് 2016-ൽ അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചത്. അതേസമയത്ത് 2021-ൽ മത്സരിച്ചത് ലിബിൻ ബാലുശ്ശേരി
എന്നൊരു നേതാവാണ്. വലിയ വ്യത്യാസമൊന്നും വന്നില്ല. 2016 19,324 വോട്ട് ബി ജെ പിക്ക് കിട്ടി. അതിലൊരു ഇത്തിരി കുറഞ്ഞ് 16,490, 3000 വോട്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ. അതൊരു പക്ഷേ ധർമ്മജൻ ബോൾഗാട്ടിക്ക് പോയതാവാം. ഇനി KM സച്ചിൻ ദേവ് നാട്ടുകാരനായതുകൊണ്ടും ചെറുപ്പക്കാരനായതുകൊണ്ടും അങ്ങനെ പോയതും ആവാം. എന്തായാലും BJP പാനൽ വോട്ട് പോലും സംരക്ഷിച്ചില്ല എന്നതാണ് ബാലുശ്ശേരിയുടെ ഒരു പ്രത്യേകത. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട് പക്ഷേ, അതായത് ഒരു വിവാദ നായകനും കൂടി ഉണ്ട്. സച്ചിൻ ദേവ് മാത്രമല്ല, AK ശശീന്ദ്രൻ ഇവിടുന്ന് 2006 ജയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വനമന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രൻ ഒരു വിവാദത്തിൽ പെട്ടിട്ടുണ്ട്. കേസിൽ നിന്ന് പക്ഷേ മുക്തനായി MLA ആയി, പിന്നെ അനന്തരം മന്ത്രിയാവുകയും ചെയ്തു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് പറയുമ്പോൾ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലും ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. കാരണം വെച്ചാൽ 2019 24 രാഘവൻ ജയിക്കുമ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, അന്ന് 19 A പ്രദീപ് കുമാർ ആയിരുന്നു അത് 24 ഇളമരം കരിമാണ്. അപ്പോൾ അന്ന് 19 കിട്ടിയതെന്ന് പറയുന്നത് LDF-ന് 41.4% വോട്ട് 73,314 ലഭിച്ചു. പ്രദീപ് കുമാർ മത്സരിക്കുമ്പോൾ ഈ പ്രദീപിന് എത്ര വോട്ട് കിട്ടി? 73,314 വോട്ട് കിട്ടി. 67,200 കിട്ടിയോ? 67,000 കുറഞ്ഞു. അതിന് അന്ന് ഈ കളി അന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഈ പറഞ്ഞ ഈ പ്രീണനത്തിന്റെ കളി. ഈ എളമരം കരീം എന്ന CPM നേതാവിന്റെ പേര് വെക്കുന്നതിന് പകരം കരീം ക എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം തുടങ്ങിയതെന്നാണ്. പരിഹാസ്യമായ ഒരു സ്റ്റെപ്പായിരുന്നു. അതേപോലെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഈ പ്രകാശ് ബാബുവാണ് 19 മത്സരിച്ചത്. രണ്ടാമത് മത്സരിച്ചത് എന്ന് പറയുന്നത് പിന്നെ പ്രകാശ് ബാബു BJP യുവ നേതാവ്. പിന്നെ MT രമേശ് മത്സരിക്കുന്നു. MT രമേശ് മത്സരിക്കുമ്പോൾ ലേശം ഒന്ന് അവിടെ ഒരു കയറ്റം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളെ കൂടി നോക്കിയിട്ടാണ് വാസ്തവത്തിൽ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബാലുശ്ശേരിയിൽ 85,701 UDF-ന് ലഭിച്ചിരിക്കുന്നത്. LDF-ന് 73,293, BJP-ക്ക് 19,140. ഇതാണ് ആ കണക്ക്. എന്ന് പറഞ്ഞാൽ BJP-യുടെ പാനൽ വോട്ട് അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു. പറഞ്ഞാൽ അവർക്ക് 20,000-ഓളം വോട്ടുണ്ട്. UDF അത് നിലനിർത്തിയിട്ടുണ്ട്. UDF-ന് ഇപ്പൊ എത്ര കിട്ടിയിരിക്കുന്നു? 85,701 UDF-ന്റെ നില മെച്ചപ്പെട്ടിരിക്കുന്നു. കാരണം അത് പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാറുണ്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കിട്ടി അല്ലേ? ഓക്കെ. മറ്റത് സ്വാഭാവികമായിട്ട് പറഞ്ഞു 73,000 വോട്ടാണോ ഇപ്പോ ഇടതുപക്ഷത്തിന്? 73,793 വോട്ട്. അതിൽ കുറവ് കാണുന്നു. നേരിയ വ്യത്യാസമല്ല, 20,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് പ്രാദേശികമായ വ്യത്യാസമാവാം. എങ്കിലും തന്നെയല്ല മാഷേ, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു മാറ്റം, അതിന്റെ വ്യത്യാസം ഉണ്ടാവാം. എന്തായാലും ഇപ്പോ ബാലുശ്ശേരി മണ്ഡലത്തിൽ കാര്യമായ കൊടുങ്കാറ്റുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇടതുപക്ഷത്തിൻ്റെ ഒരു മണ്ഡലമായിട്ട് അത് എന്നും നിലകൊണ്ടിട്ടുണ്ട്, അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി അവിടെ വരാൻ പോകുന്നത് എങ്ങനെ, സ്ഥാനാർത്ഥി ആര് എന്നതിനൊക്കെ അനുസരിച്ച് സച്ചിൻ ദേവ് ഇനിയും മത്സരിക്കുമായിരിക്കും. പക്ഷേ എതിരിടാൻ വരുന്നത് ആര്? തീർച്ചയായിട്ടും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളാവണം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം UDF-ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ കാണിക്കുന്നത്. ഒരാൾ UC രാമൻ കുന്നമംഗലത്ത് നിന്നു, ധർമ്മജൻ ബോൾഗാട്ടി എറണാകുളത്ത് നിന്ന് ചെന്നു. അപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൂടി പരിഹരിച്ചാൽ UDF-നും ഒരു കൈ നോക്കാവുന്നതാണ് അല്ലേ? BJP അതിന്റെ നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്. അത് അവർ എത്രത്തോളം ചെയ്യാനാവും എന്നതാണ് ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.